ഇത് നിസാൻ്റെ ബാറ്ററി പാക്കാണ് കണ്ടോ. ഒരു 16 മൊഡ്യൂൾസ് ഉണ്ട് കണ്ടോ. ഇത് ഓരോ മൊഡ്യൂളാണ് കണ്ടോ, ഓരോ മൊഡ്യൂളാണ്. ഇതിൽ 16 മൊഡ്യൂൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഡിസ്മാൻഡിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ സ്വിച്ച് കോൺട്രാക്ട്, ഇതാണ് റിലേയും കാര്യങ്ങളും, റിലേ ബോക്സും കാര്യങ്ങളും വരുന്നത്. ഇവിടെ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഓരോ പാക്കുകളുണ്ടല്ലോ, ഇതേപോലെ ഇത് ഒരു പാക്കാണ് കേട്ടോ, ഒരു സ്ക്വയർ പാക്ക്. ഇതേപോലെ 16 പാക്കുകൾ ചേർന്നിട്ട് ഒരു കവച ഒരു ഇത് ഇതിൻ്റെ ഫ്യൂസ് ഉണ്ടോ, വലിയൊരു ഫ്യൂസാണ്, ബിഗ് ഫ്യൂസാണ്. ബാക്കി അതേപോലെ ഇതിനകത്ത് ഫ്യൂസ് ഉണ്ടാവും. ഇത് റിലേ ബോക്സാണ്. ഇത് അതാണ് ഔട്ട്പുട്ട്, ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ലൈന്, ഇത് ഹീറ്ററിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ബാക്കി ഇത് കൂളിങ് സാധാരണ എയർ കൂളിംഗ് ആണ്. അല്ലെങ്കിൽ സാധാരണ പറഞ്ഞാൽ വേറെ പാക്കിലൊക്കെ ആണെങ്കിൽ നമ്മളെ റെഫ്രിജറൻ്റ്, അതായത് AC ഗ്യാസ് വെച്ചോ അല്ലെങ്കിൽ കൂളൻ്റ് വെച്ചോ കൂൾ ചെയ്തിരിക്കും. ഇത് വളരെ ഈസിയാണ്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം 450 വോൾട്ട് 350 വോൾട്ടിൻ്റെ ബാറ്ററി പാക്കാണിത്. പിന്നെ വെയിറ്റ് ഏകദേശം ഒരു 400 കിലോളം വെയിറ്റ് വരും. വളരെ ഈസിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സാധനമാണ് കേട്ടോ ബാറ്ററി പാക്കുകൾ. സാധാരണ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയിൽ ലിഥിയം അയോൺ സെൽസ് ഇല്ലേ, അതേപോലെ സെൽസ് സാധാരണ സീരിയസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാക്ക്. ഇതിൻ്റെ വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് എടുക്കുന്നു, അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു. അത് തന്നെ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഈ ബാറ്ററി പാക്ക്.